ഈ ആത്മാക്കളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരിക്കൽ ബാധിക്കപ്പെട്ട ഒരാൾക്ക് വീണ്ടും ആത്മാവിന്റെ ബാധ ഉണ്ടാകുമോ? സെയിം ആവില്ല, സെയിം ആത്മാവില്ല. ആ മരണത്തിന് കാരണം ആരാണോ അവരെയാണ്. നമുക്കൊരു തിരിച്ചും ബ്ലസ് ചെയ്തിട്ടാ പോകുന്നത്. ഇപ്പൊ ഞാൻ പുണ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവും, ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ അനുഭവിച്ച ആളാണ്. ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നവർ അതിനെ വിടാതെ ഇപ്പൊ ബ്ലസ് ചെയ്ത് പറഞ്ഞേക്കാതെ അതിനെ പിടിച്ചു വെക്കാൻ പറ്റും. 185ഓളം ആത്മാക്കൾ, 185ഓളം എനർജികൾ ഇതിനൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്. ബ്ലസ് ചെയ്ത് മോക്ഷം കൊടുത്ത് വിട്ടിട്ടുണ്ട്. ആരതിൽ ഏതെങ്കിലും ഒരാൾ പോകാതെ കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ആത്മാക്കൾ പേടിപ്പിക്കാറുണ്ടോ? പേടിപ്പിക്കുക എന്ന് പറയുമ്പം നമ്മളെ ഹെൽത്തിനെ ബാധിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ ട്രിഗർ ചെയ്യും, ദേഷ്യം പിടിപ്പിക്കും. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ബാക്കിൽ ആരോ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. ഈ രാത്രി നമ്മളെ ഒരു അബ്നോർമൽ ടൈം, ഒരു 3-4 ആ ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് ഹീലിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നും ആരോ തട്ടിയ പോലെ. അപ്പം നമ്മൾ കണ്ണുറന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവാറില്ല. കുറേ ദിവസങ്ങൾ എൻ്റെ പിന്നിൽ ഞാനിങ്ങനെ നടക്കുമ്പോഴും ആരോ അടുത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ അറിഞ്ഞ് ഇത് ചെയ്യുന്നത് നമ്മളിലേക്ക് ഒരു ആത്മാവ് വരുന്നു, നമുക്കതിനെ ബ്ലസ് ചെയ്യണം, മോക്ഷം കൊടുക്കണം. നമ്മൾ എത്ര ബ്ലസ് ചെയ്തിട്ടും അതിന് മോക്ഷം കൊടുക്കാതെ നമ്മളോടൊപ്പം കൂടുന്ന അനുഭവങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഈ മേഖലയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ചിലർ പറയാറുണ്ടേ, ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, അവർക്കൊപ്പം ആത്മാക്കളുണ്ട്, അതിനെ ഉപാസിക്കുന്നുണ്ട്, കൂടെ നിർത്തുന്നുണ്ട് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിൽ തന്നെ പറഞ്ഞു, ഇവരെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവരെ കൂടെ നിൽക്കുന്നത്, നമ്മളെ കാര്യം നടത്താൻ അവരെ കൂടെ കൂട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് അല്ല, അത് ഭയങ്കര ദോഷമാണ്. കാരണം നല്ലത് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ നോർമൽ ആൾക്കാർ പോലും എന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് സർവീസ് എടുക്കുക, അത് കഴിഞ്ഞ് എന്തെങ്കിലും നമ്മളെ അടുത്ത് നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ തെറ്റിയോ അതുപോലെ. അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് ബെനിഫിറ്റ് എടുക്കല്ല, അതിൻ്റെ ബെനിഫിറ്റിൽ നിന്ന് നീ സുഖമായി ജീവിച്ചോ, ഞാനും ഇവിടെ സുഖമായി ജീവിച്ചോ, അതാണ് നമ്മളുടേത്. പറ്റും. ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നവർ അതിനെ വിടാതെ ഇപ്പൊ ബ്ലസ് ചെയ്ത് പറഞ്ഞേക്കാതെ അതിനെ പിടിച്ചു വെക്കാൻ പറ്റും. അത് ഏത് ഫോമിലായിരിക്കും നിൽക്കുക? ഞാൻ പറഞ്ഞ എനർജി ഫോം തന്നെയാണ്. നമുക്ക് ട്രിഗർ ചെയ്യിപ്പിക്കുന്ന ഒരു എനർജി ഫോമായിട്ട് തന്നെയാണ് അത് നിൽക്കുക. ഈ ആത്മാക്കളെ കൊണ്ട് നമുക്ക്, ഞാൻ മാഡം ചെയ്യുന്ന ആരും എല്ലാം ചോദിക്കാം, കോമൺലി ചോദിക്കാം, ഈ ആത്മാക്കളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആത്മാക്കളെ കൊണ്ടല്ല, അത് ഏതെങ്കിലും നമ്മളിപ്പോൾ ഓക്കെ ആണ്, ഇപ്പോൾ ഞാനാണ് അതിനെ വിചാരിക്കുന്നത്, ഞാൻ തന്നെ അബ്സോർബ് ചെയ്യണം. എന്നിട്ട് എന്താണോ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്, പറ്റാത്ത പോലെ ഈ സിനിമയിലൊന്നും കാണുന്നവർ മുമ്പിൽ വന്ന് പേടിപ്പിക്കുക അങ്ങനെയല്ല. പക്ഷെ അവർക്ക് ഞാൻ പറയില്ല, ഒരു കുട്ടി 2 പേർ തമ്മിൽ അടുപ്പിക്കുന്നത്, അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രിഗറിങ് വരുന്ന ഈ എനർജി, നെഗറ്റീവ് എനർജി കൊടുത്തിട്ടൊരു ട്രിഗർ ഉണ്ടാക്കുന്നതാണത്. അതൊക്കെ വേണേൽ ഇതിന് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം എങ്ങനെ ഒരു നെഗറ്റീവ് ഇൻറ്റൻഷൻ ഇട്ട് ചെയ്യുന്നത് തന്നെ ഒരു നല്ല കാര്യത്തിനായിരിക്കില്ലല്ലോ. 2 ഫാമിലി സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ ഈ എനർജി എടുത്തിട്ട് ഈ ആത്മാവിനെടുത്ത് ചെയ്യാണെന്ന് ആരും പറയില്ല. അങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ഇൻറ്റൻഷൻ ആയിരിക്കും. എന്ത് നമ്മൾ നെഗറ്റീവ് ചെയ്താലും എന്തായാലും തിരിച്ചു കിട്ടുന്നുള്ള ബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ 185ഓളം പേര്, 185ഓളം ആത്മാക്കൾ, 185ഓളം എനർജികൾ ഇതിനൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്, ബ്ലസ് ചെയ്ത് മോക്ഷം കൊടുത്ത് വിട്ടിട്ടുണ്ട്. ആരതിൽ ഏതെങ്കിലും ഒരാൾ പോകാതെ കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്ക് ചെയ്യുമ്പോൾ ഞാൻ അതിന് കംപ്ലീറ്റ് ബ്ലസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരില്ല, അത് ഉറപ്പാ. അതുകൊണ്ട് തന്നെ ഈ കേസസിൽ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന കേസസിൽ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, അത് പോകുമ്പോൾ ഞാൻ പോവില്ല എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് എന്തുകൊണ്ടാന്നുള്ള റീസൺ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതാവുമ്പം ഓക്കെ പറഞ്ഞിട്ട് അതിനെ കൺവിൻസ് ചെയ്യുമ്പം ആഗ്രഹങ്ങൾ പറയാറുണ്ട് ഈ ആത്മാക്കൾ. എൻ്റെ ഈ ആഗ്രഹം നടന്നിട്ടില്ല, അത് നടത്തി തന്നാൽ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയാറുണ്ടോ? ഞാൻ ആഗ്രഹം നടത്താൻ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാനിരിക്കുന്ന സ്റ്റേജിൽ ഞാൻ ആഗ്രഹം നടത്തി തരാം എന്ന് പറഞ്ഞ വാക്ക് കൊടുക്കാറില്ല. എന്താണോ അത് നിനക്ക് നല്ലപോലെ നടക്കട്ടെ. ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ പറഞ്ഞ ഒരു കഥയാണ്. പറയും. സത്യം പറഞ്ഞു. അദ്ദേഹം ഒരു വീട്ടിൽ ഭയങ്കരമായ പ്രശ്നം, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഇദ്ദേഹത്തിന് ട്രിഗർ ചെയ്യണം. അങ്ങനെ ഈ ആത്മാവിനെ ആയിട്ട് ഇദ്ദേഹം സംസാരിച്ചു, മെഡിറ്റേഷനിൽ സംസാരിച്ചു. ആത്മാവ് തൊട്ടയൽവക്കത്തെ വീട്ടിലൊരു ചെറുപ്പക്കാരൻ്റെതാണ്, മരണപ്പെട്ടു പോയി. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വീട്ടിലെ വീട്ടമ്മയെ പ്രണയിക്കുക എന്നുള്ളത്. അവൻ അതുകൊണ്ടാണ് ആ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി ആത്മാവോടെ നിൽക്കുന്നത്. അദ്ദേഹം ആത്മാവിനോട് സംസാരിച്ചു.
അത് ആത്മാവ് പറഞ്ഞത് പോകാം, പക്ഷേ ആ സ്ത്രീയെ വേണം. അവസാനം ഇവർ ചെയ്ത് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവർ ചെയ്തത് അവരുടെ കൈകൊണ്ട് ഒരു കപ്പ് മധുരമുള്ള പാൽപ്പായസം ഉണ്ടാക്കി ഇലയിട്ട് സദ്യ ഒരുക്കി വിളക്ക് കത്തിച്ചു. അത് കഴിച്ചിട്ട് ഇവരുടെ കൈകൊണ്ട്, ഇവരുടെ സ്നേഹമാണ്, സ്നേഹത്തോടെ അത് ചെയ്തു വെച്ചു. ആത്മാവ് അവിടെ നിന്ന് പോയി എന്നാണ് ആ കഥ പറഞ്ഞത്. പോകുന്നതിൻ്റെ തെളിവായിട്ട് കത്തിച്ച് വെച്ചു നിലവിളക്ക് ഊതി അണച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ആ നിലവിളക്ക് അടച്ചിട്ട് ആത്മാവ് അവിടെ നിന്ന് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ സംഭവിക്കുമോ? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിനെന്താ വേണ്ടത് നമ്മളോട് പറയും. പക്ഷെ ഞാൻ എൻ്റെ ഹീലിങ്ങിൽ അത് ചിലപ്പം ഇതേ പറഞ്ഞ പോലെ ഒരു ജീവനെ നമുക്ക് കൊടുക്കാൻ പറ്റൂല. ജീവനൊക്കെ ചോദിക്കും. ഇതിപ്പോ ഈ കേസിൽ നിങ്ങൾ പറഞ്ഞല്ലോ അത് വേണമെന്ന് ചോദിച്ചത് അവരുടെ സ്നേഹം. ചില കാര്യത്തിൽ ജീവൻ ചോദിക്കാറുണ്ട്. അവരത്രയും ഹേർട്ട് ചെയ്ത് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിവെഞ്ച്, ഇവിടെ നിൽക്കുമ്പോൾ നെഗറ്റീവ് എനർജി നിൽക്കുമ്പോൾ അതൊരു റിവെഞ്ച് ആയിട്ടല്ലേ നിൽക്കുന്നത്. പിന്നെ ഒരു ദേഷ്യം പിടിച്ച ആളുടെ അടുത്ത് നമ്മൾ പോയി പറയാ, എന്താ നിങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കുന്നത്, അതുപോലെ കൂടോ കുറയോ? നമ്മൾ പറയാ ഓക്കെ, എന്താണോ അവർക്ക് പറയാനുള്ള കേട്ട് അവർക്ക് എന്താണോ വേണ്ടത്, ഇതല്ലേ നല്ലത് എന്ന് ചോദിച്ച് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ശരിക്കും ഞാൻ ചെയ്യുന്നത്. അതാണ് മോക്ഷം കൊടുത്തിട്ട് പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് അവർക്ക് തമ്മിൽ നിന്ന് എന്താ വേണ്ടത് ഞാൻ ചെയ്തുതരാം എന്ന് ഞാൻ എടുക്കാറില്ല. അതിന് കുറേ റിസ്ക് ഫാക്ടേഴ്സ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിന് നിൽക്കാറില്ല. അതിന് മോക്ഷം കൊടുക്കുക. അത് റേക്കി കൂടി ഉള്ളത് കൊണ്ട് റേക്കി എന്താണെന്ന് വെച്ചാൽ അതിന് റൂട്ട് കോസ് പോയി ഹീൽ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്. അപ്പോൾ ഇവരുടെ ആഗ്രഹത്തിൻ്റെ റൂട്ട് കോസ് പോയി അത് ഹീൽ ചെയ്യുകയും ചെയ്യും. അപ്പം ഇതിന് വേണ്ട മോക്ഷം ആ ടൈം എത്തി അത് മോക്ഷം പ്രാപിക്കുകയും ചെയ്യും. ചെയ്യുന്ന സമയത്ത് അത് പോണ സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം, അത് തിരിച്ചും ബ്ലസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ അനുഭവിച്ച ആളാണ്. എനിക്ക് ഒരുപാട് ചില കേസസിൽ എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞ കേസസിൽ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് കേസിൽ ഞാൻ ബ്ലസ് ചെയ്ത് വിട്ടപ്പോൾ ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ച സംഭവം എനിക്കറിയില്ല. ഇത് നടക്കാൻ ചാൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു 5% ഉള്ള സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നു. ശരിക്കും അത് എനിക്ക് ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. എത്തരം ലക്ഷണങ്ങളുള്ള ആളുകളാണ് മാഡത്തെ കൺസൾട്ട് ചെയ്യാറ്? അതായത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകളാണ് മാഡത്തിൻ്റെ അടുത്തേക്ക് വരേണ്ടത്? ഇത് കാണുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണം പറയാം. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകൻ, അവന്റെ വീട്ടിൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട്, മാഡത്തെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദനയോ അസുഖങ്ങളോ ഉണ്ട്, കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഫാമിലി പ്രശ്നങ്ങളുണ്ട്, കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്തൊക്കെ ഒരു ടോട്ടൽ വെൽബീയിങ് എന്ന് പറയാം. ഒരു ടോട്ടൽ നമ്മളെ സന്തോഷം, അത് റിലേഷൻഷിപ്പിലാവാം, ഹെൽത്തിലാവാം, ഈ പറഞ്ഞ എനർജീസിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഫിനാൻസ് ആവാം, എല്ലാത്തിലും നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും. പ്രൊവൈഡഡ് ഞാൻ ചെയ്യുന്ന ഹീലിംഗ് 20%, അവരെ വിശ്വാസം 80%. അവർ വിചാരിക്കണം ലൈക്ക് അവിടെ പോയാൽ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ മരുന്ന് വാങ്ങാൻ പോകുന്നുണ്ട്, ഈ ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അയാളായിരിക്കും ടോപ്പ് മോസ്റ്റ്, എന്താ പറയുക, ഈ സിറ്റിയിലെ ടോപ്പ് ആളായിരിക്കും. പക്ഷെ അവരെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ചാൽ പോലും ഇവർക്ക് മാറില്ല. സെയിം ആണ്, എനർജി എന്ന് പറയുന്ന ഈ റേക്കി എനർജി പറഞ്ഞാൽ ഭയങ്കര ഈഗോയിസ്റ്റിക് എനർജി. ആളുകൾ വിചാരിക്കും നമ്മുടെ ഇന്റർവ്യൂ തുടക്കം മുതൽ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് രണ്ടാമത്തെ എപ്പിസോഡ് കാണുന്നവർ വിചാരിക്കും പ്രേതബാധയോ ആത്മാബാധയോ ഉള്ളവർക്ക് മാത്രമാണ് റേക്കി ഹീലിംഗ് എന്ന്. അല്ല, എല്ലാം റിലേറ്റഡ് ആണ്. നമ്മൾ ടോട്ടൽ വെൽബീയിങ് എന്ന് നമുക്ക് പറയാം. ഇത് റിലേഷൻഷിപ്പ് ആവാം, ഫിനാൻസ് ആവാം, എന്തും, ഹെൽത്ത് ബുദ്ധിമുട്ടാവാം, എന്തും നമുക്ക് സന്തോഷം, സാമ്പത്തികം, ആരോഗ്യം, ഇതിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ റേക്കി ഹീലിംഗ് എടുക്കാവുന്നതാണ്. റേക്കി ഹീലിംഗ് എടുക്കാന്ന് വെച്ചാൽ അതിനൊരു റീസൺ ഉണ്ട്. എല്ലാം നമ്മൾ അനുഭവിക്കുന്നതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ കണ്ടെത്തിയാൽ നമുക്ക് പിന്നെ എങ്ങനെയാണ് ആ റീസൺ കണ്ടെത്തുന്നത്? എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിന് ഞാൻ ഫോട്ടോ സ്കാൻ ആണ് ചെയ്യുക. ഈ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ എന്താണ് ഇവരുടെ ഇഷ്യൂ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അതൊരു സിദ്ധിയാണ്. എവിടെയോ ഇരിക്കുന്ന ഒരാളുടെ ഒരു ഫോട്ടോ നോക്കി അയാളുടെ പ്രശ്നം എന്താണെന്ന് പറയാൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സിദ്ധിയാണ്. ആ മെഡിറ്റേഷനിലൂടെ ആർജിച്ചെടുത്ത സിദ്ധിയാണ്. അതെ, മെഡിറ്റേഷൻ ഞാൻ ആക്ച്വലി എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ചില സമയത്ത് ഞാൻ ഇരുന്ന് ഇതാവുമ്പോൾ എന്നെ പോലും അറിയാണ്ട് ഒരു അറിയില്ല, ഞാൻ എന്താ പറയുക, ന്യൂ ട്രാൻസിൽ പോയിട്ട് വ്യത്യാസമാണ്. റേക്കി ഹീൽ ചെയ്യുന്ന ഒരുപാട് പേരുടെ ഇന്റർവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഈ ആത്മാക്കളുമായി ഡീൽ ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല റേക്കി ഹീലേഴ്സും ഈ ആത്മാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അത് ബ്ലസ് ചെയ്യാൻ വേണ്ടി മാഡത്തിനെയാണ് കൺസൾട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണ്? അതെ, കുറേ പേര് വിളിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പൊ അത് എവിടെ നിന്നാണ് പഠിച്ചത്? ഇത് ശരിക്കും പറഞ്ഞാൽ പഠിച്ചതല്ല, എനിക്ക് തന്നെ ഇൻറ്റ്യൂഷൻസ് വന്നതാ. ഈ റേക്കി പഠിച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഇൻറ്റ്യൂഷൻസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ വരുമ്പം ആക്ച്വലി കുറേ സമയം കഴിഞ്ഞപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു അത് പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ ഒരു ഇൻറ്റ്യൂഷൻ വന്ന് എന്നാണോ അങ്ങനെ പോകുന്നത് ആ സമയത്ത് ഇത് നിൽക്കും എന്നുള്ളത്.
അപ്പം ഞാൻ എൻ്റെ സാറിനോട് ചോദിച്ചു അത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സാറിന് അങ്ങനെയാണെങ്കിൽ വേണ്ടാന്ന്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്കൊരു സന്തോഷം തന്നിട്ട് പോകുന്നതാണ്. ഞാൻ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയാണ് ഒരു എന്താ പറയുക നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു എനർജീനെ പോസിറ്റീവാക്കി മോക്ഷത്തിലേക്ക് അയക്കുന്നത്. അപ്പം അതിൻ്റെ ഗുണം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആ ഒരു എനർജി ഞാൻ വേറൊരു എന്താ പറയുക ഒരു കാര്യം ചെയ്തിട്ട് അതിനെ നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ റേക്കി ഹീലിങ്ങിന് വേണ്ടി മേഡത്തെ സമീപിക്കുന്നു. ഇവരിൽ ആത്മാവിന്റെ പ്രശ്നമാണോ എനർജിയുടെ പ്രശ്നമാണോ എന്നുള്ളത് മെഡിറ്റേഷനിലൂടെയാണ് കണ്ടെത്തുന്നത്. മെഡിറ്റേഷനിലൂടെ കണ്ടെത്തുകയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞൊരു എക്സ്പീരിയൻസ് എടുക്കാം. ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ അബോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ, അവിടെ ഒരു ആത്മാവിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. അത് ഇന്ന ആത്മാവ് തന്നെയാണോ, ആ കുട്ടിയുടെ ആത്മാവ് തന്നെയാണോ എന്നെങ്ങനെയാണ് കണ്ടെത്തുക? അതും ഇൻറ്റ്യൂഷനിൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പം അബോർട്ട് ചെയ്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് വേറെ ഞാൻ പിക്കപ്പ് ചെയ്ത സോളുണ്ട്, നമ്മളെ സിബ്ലിംഗ് ആയിട്ടുള്ള സോളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു എനർജി വൈബ്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക വലിയച്ഛനോ വലിയച്ഛൻ്റെ മകൻ്റെ എവിടെയെങ്കിലും ആയിരിക്കും. അവർ പറയും ഞാൻ കാനഡയിലാണ്, മരിച്ചത് ഇന്ത്യയിലാണ്. പക്ഷെ അതൊന്നും ഇതിന് എനർജിക്ക് ടൈം സ്പേസ് ബാരിയർ ഇല്ല. ആരായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫീല് നമ്മൾ എപ്പോഴും അയ്യോ ആ ആള് മരിച്ചല്ലോ. അങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഒരു പെൺകുട്ടി പഠിക്കാൻ പോകുന്നിടത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നിടത്ത് ഒരു പയ്യനുമായി റിലേഷൻഷിപ്പിലാണ്. ഇവര് റിലേഷൻഷിപ്പിനിടയിൽ ഈ പെൺകുട്ടി ഗർഭിണിയാവുന്നു. ഇവരിത് അബോർട്ട് ചെയ്യാണ്, വീട്ടുകാരറിയാതെ അബോർട്ട് ചെയ്യണം. പക്ഷെ അതിന്റെ സഹോദരനാണ് ഇത് ബാധിക്കുന്നതെന്ന് പറയുമ്പോൾ അവനൊന്നും അറിയാത്ത ഒരാളല്ലേ, അതെങ്ങനെയാണ് അത് ബാധിക്കാൻ പറ്റുക? ആ ഒരു ഇത് വരുമ്പോൾ സഹോദരനൊന്നും ബാധിക്കില്ല. ഇത് ഇങ്ങനത്തെ അബോർഷൻ കേസസിൽ ഞാൻ കണ്ടുവരുന്ന മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന അമ്മേനെയാണ്. അമ്മേനെ എങ്ങനെയൊക്കെ ഇതാക്കാം. ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെ മേല് നിങ്ങൾ ചോദിച്ച പോലെ അച്ഛനും അമ്മയും തുല്യ പങ്കാളിയാണെങ്കിൽ പോലും അമ്മയുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒരിക്കലും അബോർഷൻ നടക്കില്ല. അതുകൊണ്ട് അമ്മേനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസസിൽ അമ്മേനെയാണ്. റെയർ ആയിട്ട് ഒന്നോ മറ്റോ അമ്മയ്ക്ക് അബോർഷൻ, അതായത് വേറെ ആൾക്കാർ ഇങ്ങനെ ഓട്ടോയിൽ കൊണ്ടുപോയിട്ടൊക്കെ ഒരു അബോർഷൻ കേസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കേസിൽ മാത്രമാണ് ആ എനർജിക്കും അറിയാം ഇത് അമ്മയല്ല അതിൻ്റെ ഉത്തരവാദി, അത് അച്ഛമ്മയായിരുന്നു. അത് നേരെ അച്ഛമ്മയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ബുദ്ധിമുട്ട് കൊടുത്തത്. ആ മരണത്തിന് കാരണം ആരാണോ അവരെയാണ്. നമുക്കൊരു ആ എനർജിക്ക് എന്താണ് ഇന്ന ആളാണെന്ന് കറക്റ്റായിട്ട്. അബോർഷനൊക്കെ ശേഷം ഉണ്ടാകുന്ന ഡിപ്രഷനും അല്ലെങ്കിൽ ഈ ഉറക്കമില്ലായ്മ, സന്തോഷമില്ലായ്മ, ഇതൊക്കെ ഈ ആത്മാവിന്റെ കളി ആയിരിക്കാം 100% അല്ല, പക്ഷെ ആയിരിക്കാം. അതിന് ഓപ്ഷൻസ് ഉണ്ട്. അതായത് അതിനും ആവാനും ആവാതിരിക്കാനും ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഹീലിംഗിന് വേണ്ടി മേഡത്തിന്റെ അടുത്തേക്ക് വരും, റേക്കി മേഡത്തിന് മെഡിറ്റേഷനിൽ ആത്മാവിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. അടുത്ത പ്രോസസ്സ് എന്താ? അടുത്ത പ്രോസസ്സ് നമ്മൾ 21 days നിർത്താതെ ഹീൽ ചെയ്യണം, റേക്കി ഹീലിംഗ് ചെയ്യണം. അത് വെച്ചാൽ നിർത്താൻ പറ്റില്ല. ഇത് മാത്രം 21 days ഞാൻ ഒരു ദിവസം കൂടി നിർത്തൂല. അവർ മെല്ലെ അങ്ങനെ ഒന്നും ഫീസ് വാങ്ങില്ല. കംപ്ലീറ്റ് ആയിട്ട് അറ്റ സ്ട്രെച്ച് 21 days കംപ്ലീറ്റ് വാങ്ങും. കാരണം അവർക്ക് കുറച്ച് ഇത് ബോദർ ചെയ്യും നന്നായിട്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഇവർക്ക് ട്രിഗറായി ചിലവർക്ക് ദേഷ്യം പിടിക്കും, ചിലവർ കാമാവും, ചിലവർ ഭയങ്കരമായിട്ട് ട്രിഗർ ആവും. അപ്പം തന്നെ വേണ്ട എനിക്കിത് ചെയ്യണ്ട എന്ന് വന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് ഈ 21 ദിവസം സഹിച്ചാൽ മതി. മാക്സിമം 21 ദിവസം. ഞാൻ പറഞ്ഞില്ല ചില കേസസിൽ 25. ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം, ഇപ്പൊ മാഡം കോഴിക്കോട് ഇരിക്കുന്നു, തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ഹീലിംഗ് ചെയ്യുന്നത്. അവിടെ നിന്നുകൊണ്ട് ഹീൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ എനർജി ഫ്ലോ ഉണ്ടാവുന്നത്? അത് ഞാൻ റേക്കിന്റെ ഹെൽപ്പാണ് എടുക്കാറ്. റേക്കിയിൽ നമുക്ക് സിമ്പിൾസ് ഉണ്ട്. ദൂരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൻഷാ സേഷോനി എന്ന് പറഞ്ഞ് നമുക്കൊരു സിമ്പിൾ ഉണ്ട്, ഹോൻഷാ സേഷോനി. അത് നമ്മൾ ദൂരെ ഇരിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന സിമ്പിളാണ്. ആക്ച്വലി ഹീലിംഗ് ചെയ്യുമ്പം ഞാൻ ആ സിമ്പിൾ ഇട്ടിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ആ ടൈം സ്പേസ് ബാരിയർ. എനർജിക്ക് ടൈം സ്പേസ് ബാരിയർ ഇല്ല പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വിശ്വാസം ഉണ്ടാവണം. എന്നെ അത് ബാധിച്ചിട്ടില്ല എന്ന് ഒരാൾ സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ആ കേസ് എടുക്കില്ല. എനിക്ക് മാറണം. ഒരാൾ എൻ്റെ മുമ്പിൽ പറഞ്ഞാൽ മാഡം എനിക്ക് വേറെ വഴിയില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയുന്ന വ്യക്തിനെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഈവൻ ഫോട്ടോ സ്കാൻ കഴിഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇതൊന്നും എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയെ പിന്നാലെ ഞാൻ ഒരിക്കലും പോകില്ല. അവരുടെ ടൈം ആയാൽ അവർ തന്നെ വന്നോളൂ. ഇത് പറഞ്ഞു പോയിട്ട് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചും അതേ സ്റ്റേജ്, അന്ന് അവരെ നിന്ന സ്റ്റേജും മോശമായിട്ട് അവരെൻ്റെ അടുത്ത് വന്ന് ആ സമയത്ത് ടോട്ടലി സറണ്ടർ ചെയ്തിട്ട് വന്നിട്ടാണ് അവർക്കൊരു റിക്കവറി ഉണ്ടായത്. ഈ റേക്കി കൈ കൊണ്ടാണല്ലോ നമ്മൾ ഹീൽ ചെയ്യുക, കയ്യിൽ നിന്നാണ് എനർജി ഫ്ലോ ഉണ്ടാവുന്നതാണ് വിശ്വസിക്കുന്നത്. ഇത്രയും ദൂരെ ഇരിക്കുന്ന ഒരാളിലേക്ക് ആ കയ്യിൽ നിന്നുള്ള എനർജി
ഫ്ലോ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഹീലിംഗിലേക്ക്? ഞാൻ ഇവിടെ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ദൂരെയുള്ള US ഉള്ള നമുക്ക് ക്ലയൻസ് ഉണ്ട്. അവർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലവർ പറയാറുണ്ട്, മാഡം ചെയ്ത സമയത്ത് കാലിൻ്റെ അടിയിൽ വരച്ചത് എനിക്ക് എന്തോ ഒന്ന് ഫീൽ ചെയ്തു. പക്ഷേ കാലിൻ്റെ അടിയിൽ നമ്മൾ സിമ്പിൾസ് വരയ്ക്കും. വെച്ചാൽ നെഗറ്റീവ് എനർജി എടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾസ് കാലിൻ്റെ അടിയിലാണ് വരയ്ക്കുക. അത് ചെയ്ത സമയത്ത് എനിക്ക് കാലിൻ്റെ അടിയിൽ എന്തോ സങ്കല്പം വെച്ചാ വരയ്ക്കുന്നത്. നമ്മൾ ആ ഒരു ഞാൻ പറയാം മെഡിറ്റേഷനിലിരിക്കുമ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ട്രാൻസിലായിരിക്കും. കണ്ണടച്ച് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ ഒരു അവസ്ഥയിലായിരിക്കുക. ആ സമയത്ത് നമ്മൾ അത് വരയ്ക്കുമ്പോൾ ആള് നമ്മളെ മുമ്പിലുള്ളതായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആൻഡ് ആ ഒരു എനർജി പോകുന്നത് ഞാൻ പറഞ്ഞില്ല, ഈ കണക്റ്റിംഗ് സിമ്പിൾ വെച്ചിട്ടാണ് ഈ എനർജി പോകുന്നത്. സോ ഇവിടെ ചെയ്യുമ്പോൾ അവിടെ അവർ ഫീൽ ചെയ്യാറുണ്ട്. അതെന്നോട് കുറേ പേര്, അതായത് ഞാൻ നോക്കട്ടെ എനിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യോ എന്ന് നോക്കി കിടന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം 100% അവർക്ക് ഫീൽ ആവില്ല. ഞാൻ പറയും ഫീൽ ആവുന്നുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ റെഡിയാന്ന് പറയുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ ഞാൻ ഓരോ ചക്രാസിലും കുറച്ച് കൂടുതൽ ഏത് ചക്രാസാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെന്നോട് വിളിച്ചു പറയും, മാഡം ഹാർട്ട് ചക്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കല്ല് അവിടെ നിന്ന് എടുത്ത് മാറ്റിയ ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ അതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഹാർട്ടിലായിരിക്കും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അത് അവരോട് പറയാനാണ് അവരിങ്ങോട്ട് പറയുക, ഈ ചക്രയിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞാൽ അത് മാറും, എടുത്തു മാറ്റുമ്പോൾ അത് മാറും. 21 ദിവസത്തെ പ്രോസസ്സിലൂടെ ആത്മാവിന് മോക്ഷം നൽകി അവരെ ഹാപ്പിയാക്കും. ഒരിക്കൽ ബാധിക്കപ്പെട്ട ഒരാൾക്ക് വീണ്ടും ആത്മാവിന്റെ ബാധ ഉണ്ടാകുമോ? സെയിം ആവില്ല, സെയിം ആത്മാവില്ല.